ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും കുക്കിംഗ് ഈസ് ക്ലാസിക് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ല രീതിയിൽ ചപ്പാത്തി എങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തിളപ്പിച്ച ചൂടുവെള്ളം ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിക്കുക. അതിനുശേഷം സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കി ഈ ഒരു പരുവത്തിൽ നമുക്ക് മാവ് കിട്ടണം. ഇനി ഈ മാവ് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് ഈ പരുവത്തിലാക്കി എടുക്കുക. അതിനുശേഷം കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഓരോ ഉരുളയും നന്നായിട്ട് പരത്തി എടുക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കുക. ചപ്പാത്തിയുടെ ഒരു ഭാഗത്ത് ചെറിയ കുമിളകൾ വന്നു എന്ന് കാണുമ്പോൾ പതിയെ തിരിച്ചിട്ട് കൊടുക്കുക. ചപ്പാത്തിയുടെ ഒരു ഭാഗം ഇങ്ങനെ സ്പൂൺ കൊണ്ട് അമർത്തി കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് എണ്ണയോ നെയ്യോ തേച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പതിയെ സ്പൂണ് കൊണ്ട് അമർത്തി കൊടുക്കുമ്പോൾ ചപ്പാത്തി പതിയെ പൊങ്ങി വരാൻ തുടങ്ങും. തിരിച്ചിട്ടിട്ടും ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചപ്പാത്തി പതിയെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ തന്നെ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന എല്ലാ ചപ്പാത്തിയും പാനിലിട്ട് ഇങ്ങനെ ചൂടാക്കി എണ്ണയോ നെയ്യോ തേച്ച് റെഡിയാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ചപ്പാത്തി വളരെ ഭംഗിയായിട്ട് റെഡിയായിട്ടുണ്ട്. വളരെ മാർദ്ദവമുള്ള നന്നായിട്ട് വെന്ത ചപ്പാത്തി ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ കൂടെ പരിപ്പ് കറിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുട്ട റോസ്റ്റോ ചിക്കൻ കറിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും കറി ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ഹെൽത്തിയായ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.